ഫ്രണ്ട്സ്, സോ നമ്മൾ ഇന്ന് റിയൽ അനാലിസിസിൻ്റെ നെക്സ്റ്റ് 15 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഇത് നമ്മുടെ പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ് ഡിസ്കസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും നോട്ട് വാങ്ങി ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചിട്ട് വേണം എല്ലാവരും പോകാനായിട്ട്. ഇത്രയും എന്തായാലും പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് തുടങ്ങാം. First question, test the convergence of the series 1 by 3 plus 1 into 2 by 3 into 5 plus 1 into 2 into 3 by 3 into 5 into 7. നമ്മളോട് കൺവേർജൻസ് ഓഫ് ദ സീരീസ് കൺവേർജൻ്റ് ആണോ ഡൈവേർജൻ്റ് ആണോ എന്നറിയാനായിട്ട് നമ്മൾ പല ടെസ്റ്റുകളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടെസ്റ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ്. ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് അനുസരിച്ച് നമ്മളൊരു സമ്മേഷൻ ബി എൻ കൺസിഡർ ചെയ്യും. സമ്മേഷൻ ബി എൻ്റെ നേച്ചർ വെച്ചുകൊണ്ടാണ് നമ്മുടെ സമ്മേഷൻ എ എൻ എങ്ങനെയാണെന്നുള്ള കാര്യം പറയാമെന്ന് നമ്മൾ പറഞ്ഞു. ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഡി ആലംബേർട്സ് റേഷ്യോ ടെസ്റ്റ്. ശരിക്കും ഇത് യൂസ് ചെയ്യുന്നത് നമ്മുടെ എൻ ഫാക്ടോറിയൽ അല്ലെങ്കിൽ ഒരു കോൺസ്റ്റൻറ്റിൻ്റെ പവറായിട്ട് അങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസാണ്. നമുക്ക് നോക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ജസ്റ്റ് നോക്കിക്കേ. ടെസ്റ്റ് ദ കൺവെർജൻസ് ഓഫ് ദ സീരീസ്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം എന്താ വേണ്ടത്? നമുക്ക് എ എൻ വേണം. എ എൻ എന്ന് പറയുന്നത് ഇവിടെ 1/3, അടുത്തത് 1 into 2 by 3 into 5, അടുത്തത് 1 into 2 into 3 by 3 into 5 into 7. അപ്പോൾ എ എൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 into 2 into 3 into എക്സെട്ര അപ് ടു എവിടം വരെ പോവും? എൻ വരെ പോവില്ലേ? 1 into 2 into 3 എക്സെട്ര അപ് ടു എൻ ഡിവൈഡഡ് ബൈ അടിയിൽ 3 into 5 into 7 പ്ലസ് എക്സെട്ര എവിടം വരെ പോവും? 3ഉം 5ഉം പിന്നെ 7 പിന്നെ 9 അങ്ങനെ പോകുന്നത്. അപ്പോൾ എന്താണ്? അപ് ടു എക്സെട്ര 2n+1 അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ എ എൻ നമ്മൾ സെറ്റാക്കി വെച്ചു. ഇനി നമുക്ക് ആരെയാണ് വേണ്ടേ? നമ്മുടെ ഇതനുസരിച്ച് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എ എൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എ എൻ എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആണെങ്കിൽ കൺവേർജൻ്റ് എന്ന് പറയാം, ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഡൈവേർജൻ്റ് എന്ന് പറയാം, ഈക്വൽ ടു 1 ആണെങ്കിൽ നമുക്ക് ഒരു കൺക്ലൂഷനും ഈ ടെസ്റ്റ് വെച്ച് പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്കിനി അടുത്തത് എന്ത് എഴുതാം? എ എൻ പ്ലസ് 1. അപ്പോൾ ഇത്ര ഓർക്കുക. പോളിനോമിയൽസ് ആണ് എങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ടെസ്റ്റ് യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ സംതിങ് ഹോൾ റേസ് ടു എൻ അല്ലെങ്കിൽ സംതിങ് ഹോൾ റേസ് ടു എൻ സ്ക്വയർ ആണെങ്കിൽ നിങ്ങൾ റൂട്ട് ടെസ്റ്റ് യൂസ് ചെയ്യാം. ബാക്കിയുള്ളതിന് ഇനി ഫാക്ടോറിയൽ ആണെങ്കിലും ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാം. നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എ എൻ പ്ലസ് 1 എന്ന് പറയുന്നത് എന്താ? 1 into 2 into 3 എക്സെട്ര അപ് ടു എൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു എൻ പ്ലസ് 1, അടുത്ത 3 into 5 into 7 എക്സെട്ര 2n+1 ഉണ്ട്. അടുത്ത ടേം എന്ന് പറയുന്നത് എന്തായിരിക്കും? യെസ്, 2n+3. ഓക്കെ, 3 വന്നു 5 വന്നു, ഡിഫറൻസ് 2 ആണ്. അതാണ് ഇവിടെ എടുത്തേക്കുന്നത്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഈ എ എൻ പ്ലസ് 1 ഡിവൈഡ് ബൈ എ എൻ ചെയ്യണം. അപ്പോൾ എ എൻ പ്ലസ് 1 ഇത് ഡിവൈഡഡ് ബൈ ഈ സംഭവം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്ത് എന്ത് വരും? 3 into 5 into 7 എക്സെട്ര എവിടം വരെ? 2n+1 ഡിവൈഡഡ് ബൈ 1 into 2 into 3 into എക്സെട്ര അപ് ടു n. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഇത്രയും ക്യാൻസൽ ചെയ്ത് കളയാലോ. പിന്നെ ഇവിടെ നിന്ന് ഇത്രയും ക്യാൻസൽ ചെയ്യാം. റിമൈനിങ് എന്തുണ്ട്? n+1 ഡിവൈഡ് ബൈ 2n+3. അപ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എന്ത് വരും? n+1 ഡിവൈഡഡ് ബൈ 2n+3. നമ്മൾ പറഞ്ഞു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n+1 ബൈ 2n+3. ഇതുപോലെ പോളിനോമിയൽസാ വന്നെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് ഡിഗ്രി ഇവിടെ വന്നേക്കുന്നത് എന്താ? 1 ആണ്. അതായത് അപ്പോൾ നമ്മൾ ആ എന്നിൻ്റെ n⁻1 ആണ് ഇവിടെ മെയിനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ എന്നിൻ്റെ കോയിഫിഷ്യൻ്റ് എന്താണ്? 1. താഴെ എന്നിൻ്റെ കോയിഫിഷ്യൻ്റ് എന്താണ്? 2. അപ്പോൾ 1/2 ആണ് നമ്മൾ ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് ആൻസർ ഇടുന്നത്. 1/2 എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആയതുകൊണ്ട് ഇതെന്താണെന്ന് പറയാൻ പറ്റും? കൺവെർജൻ്റ് ആണെന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റേഷ്യോ ടെസ്റ്റിൻ്റെ മറ്റ് പ്രോബ്ലംസ് ചെയ്തായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിനി
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ നോക്കിക്കേ, സമ്മേഷൻ എൻ റേസ് ടു എൻ സ്ക്വയർ ബൈ എൻ പ്ലസ് 1 ഹോൾ റേസ് ടു എൻ സ്ക്വയർ. അതായത് ഇതിപ്പോൾ നിൽക്കുന്നത് എങ്ങനെയാണ്, എൻ ബൈ എൻ പ്ലസ് 1 ഹോൾ റേസ് ടു എൻ സ്ക്വയർ. ഇങ്ങനെയാണ് നമുക്കെങ്കിൽ, അതായത് സംതിങ് ഹോൾ റേസ് ടു എൻ അല്ലെങ്കിൽ സംതിങ് ഹോൾ റേസ് ടു എൻ സ്ക്വയർ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ് ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എ എൻ ഹോൾ റേസ് ടു 1/n എന്ന് പറയുന്നത് എന്താണ് കണ്ടുപിടിക്കുക. അത് ലെസ് ദാൻ 1 ആണെങ്കിൽ കൺവേർജൻറ്റും ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഡൈവേർജൻറ്റ്. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുന്നത് എങ്ങനെയാണ്, ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എൻ്റെ സ്ഥാനത്ത് ഇവിടെ n ഡിവൈഡഡ് ബൈ n പ്ലസ് 1 ഹോൾ റേസ് ടു എൻ സ്ക്വയർ ഇൻറ്റു 1/n ആണ്. ഇവിടുത്തെ ഒരു എന്നും ഇവിടുത്തെ ഒരു എന്നും ക്യാൻസലാക്കാം. അപ്പോൾ നമുക്ക് എന്ത് വരും, ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി n ബൈ n പ്ലസ് 1 ഹോൾ റേസ് ടു n വരും അല്ലേ. അപ്പോൾ ഇത് നിങ്ങൾ ഓർത്ത് വയ്ക്കണം. ഇതിൽ നിന്ന് നമുക്ക് ഇപ്പോൾ ഇവിടെ നമ്മൾ ഇൻഫിനിറ്റി കൊടുക്കുകയാണെങ്കിൽ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റിയാണ് വരുന്നത്. അത് നമുക്ക് പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ എന്നാ ചെയ്യണം, നമുക്ക് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി വരാനും പാടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ന്യൂമറേറ്ററിൽ നിന്ന് ഒരു n കോമൺ എടുത്താൽ 1 വരും. താഴെ നിന്ന് ഒരു n കോമൺ എടുത്താലോ 1 പ്ലസ് 1ൽ നിന്ന് ഒരു n കോമൺ എടുത്താൽ 1/n ഹോൾ റേസ് ടു n. ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കേ, ഇതിന് നമുക്കൊരു കാര്യം അറിയണം. അതായത് ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി 1 പ്ലസ് 1/n ഹോൾ റേസ് ടു n എന്ന് പറയുന്നത് e ആണ്. അപ്പോൾ ഇവിടെ 1 റേസ് ടു n എന്ന് പറയുന്നത് എന്താ, 1 തന്നെ. ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി 1ഉം 1 തന്നെ. ഇനി ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി 1 പ്ലസ് 1/n ഹോൾ റേസ് ടു n എന്താണ്, e ആണ്. 1/e എന്ന് പറയുന്നത് എന്താണ്, വി നോ ദാറ്റ് ഇറ്റ് ഈസ് ലെസ് ദാൻ 1. അപ്പോൾ ഇതെന്താണ്, കൺവേർജൻ്റ് ആണ്. ഓക്കെ, ഇൻ്റെ വാല്യൂ 0.3 സംതിങ് ആണ് വരുന്നത്. അപ്പോൾ 1/e എന്ന് പറയുന്നത് എന്തായാലും എന്തായിരിക്കും, ലെസ് ദാൻ 1 ആയിരിക്കും. ഓക്കെ, സോ എന്താണ് ഇത്, നമുക്ക് എന്ത് സീരീസ് ആണെന്ന് പറയാൻ പറ്റും, കൺവേർജൻ്റ് ആണെന്ന് പറയാനായിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം, സമ്മേഷൻ n ബൈ n പ്ലസ് 1 ഹോൾ റേസ് ടു 2n എന്ന് എഴുതാം. ഇവിടെ നമ്മൾ ആസ് യൂഷ്വൽ ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി n ബൈ n പ്ലസ് 1 ഹോൾ റേസ് ടു 2n ഇൻറ്റു ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി an റേസ് ടു 1/n. നമ്മളിപ്പോൾ an ആണ് എഴുതിയോളൂ. അപ്പോൾ ഹോൾ റേസ് ടു 1/n. നമുക്ക് ഈ എന്നും ഈ എന്നും ക്യാൻസലാക്കി കളയാലോ. ഓക്കെ, അപ്പോൾ എന്ത് വരും, ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി n ബൈ n പ്ലസ് 1 ഹോൾ സ്ക്വയർ വരും. സംശയമുണ്ടോ, ഇവിടെയും ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കോമൺ എടുക്കാം. അപ്പോൾ ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി n കോമൺ എടുക്കുമ്പോൾ 1/1 പ്ലസ് 1/n ഹോൾ സ്ക്വയർ വരും. സംശയമുണ്ടോ, ക്ലിയർ അല്ലേ? അല്ലെങ്കിൽ നമുക്ക് എളുപ്പമായിട്ടൊരു രീതി ചെയ്യാലോ. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ നോക്കിക്കേ, ഞാൻ ഇതും പറഞ്ഞു തരാം കേട്ടോ. ഇവിടെ നമ്മൾ ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ 1 പ്ലസ് 1/ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ഇത് 0 ആയി പോകും. അപ്പോൾ റിമൈനിങ് 1 വരും. ഓക്കെ, ശരിയല്ലേ? അപ്പോൾ നമുക്ക് 1 അല്ലേ ആൻസർ വരുന്നേ? യെസ്. അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ ഇതെങ്ങനെ ചെയ്യാൻ പറ്റും, ഒരു സെക്കൻഡേ. ഓക്കെ, വേറെ രീതിയിൽ എങ്ങനെ ചെയ്യാൻ പറ്റും, ഇതൊരു പോളിനോമിയൽ അല്ലേ. ഓക്കെ, n സ്ക്വയർ ബൈ n പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്ന് എഴുതാലോ. ഇവിടുത്തെ ഹയസ്റ്റ് പവർ വരുന്നത് n സ്ക്വയർ, അടിയിലും n പ്ലസ് 1 ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യുമ്പോഴും n സ്ക്വയർ അല്ലേ, കോയിഫിഷ്യൻ്റ് ഒന്നും വരുന്നില്ല. അപ്പോൾ n സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് എന്താ 1, താഴത്തെ n സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് എന്താ 1. അപ്പോൾ നമുക്ക് 1 തന്നെ കിട്ടും. അങ്ങനെയും നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ ആണോ, ക്ലിയർ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സമ്മേഷൻ n(x) ബൈ n പ്ലസ് 1 ഹോൾ റേസ് ടു n ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യണം, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an എന്ന് പറയുന്നത് nx ഡിവൈഡഡ് ബൈ n പ്ലസ് 1 ഹോൾ റേസ് ടു n ഇൻറ്റു ആര് ചെയ്യണം, 1/n ചെയ്യണം. എന്നും ക്യാൻസലായി. നമുക്കിനി ഇൻഫിനിറ്റി കൊടുത്താൽ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി കിട്ടുന്നു. അപ്പോൾ നമുക്ക് അങ്ങനെ പോകാൻ പറ്റില്ല. അപ്പം നമ്മൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി, നമുക്കൊരു n കോമൺ എടുത്താൽ x ബൈ അടിയിൽ നിന്ന് n കോമൺ എടുത്താൽ 1 പ്ലസ് 1/n വരും. ഓക്കെ, നമുക്ക് ഈ എക്സിനെ കൊണ്ട് വലിയ പ്രയോജനമില്ല, അവനെ പുറത്തിറക്കിയിട്ടാൽ x ഇൻറ്റു
ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി 1/1 പ്ലസ് 1/n എന്താണ്? ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി 1/1 പ്ലസ് 1/n എന്ന് പറയുന്നത് എന്താ? ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഇത് 0 ആയി പോകും. ഓക്കെ, അപ്പോൾ റിമൈനിങ് എന്താ വരിക? എക്സ്. അപ്പോൾ എക്സിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. എക്സിൻ്റെ വാല്യൂ <1 ആണെങ്കിൽ കൺവെർജൻറ്റ്, <1 ആണെങ്കിൽ ഡൈവേർജൻറ്റ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. സമ്മേഷൻ e⁻k sin 2⁻⁻k. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? സമ്മേഷൻ e⁻k sin 1/2⁻k തന്നെയല്ലേ അതും? ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ എന്താ പറ്റുക? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. നമ്മളിവിടെ നോക്കുവാണെങ്കിൽ നമുക്കിവിടെ എന്താണ് ഈ പറയുന്ന പോലെ എന്താ നമ്മുടെ ഇത് യൂസ് ചെയ്യാൻ പറ്റുമോ? ഏത്? നമ്മുടെ കോഷി nth റൂട്ട് ടെസ്റ്റ് പറ്റുമോ? ഇല്ല. കാരണം ഹോൾ റേസ് ടു n² സംതിങ് ഒന്നുമില്ല. പിന്നെ ഇനി നെക്സ്റ്റ് പറ്റുന്ന ഇപ്പോൾ ഫാക്ടോറിയൽ ആണെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? നമ്മുടെ റേഷ്യോ ടെസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ അതും പറ്റില്ല, ഫാക്ടോറിയൽ ഒന്നും അല്ല. ഓക്കെ, പിന്നെ നമുക്കപ്പോൾ അത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ an+1 വേണ്ട, നമുക്കിവിടെ യൂസ് ചെയ്യാനായിട്ട് ഇവിടെ നോക്കിക്കേ, ഇത് നമ്മുടെ സമ്മേഷൻ an. ഓക്കെ, നമുക്കൊരു സമ്മേഷൻ bn ഇൻട്രൊഡ്യൂസ് ചെയ്തുകൂടെ? അല്ലെങ്കിൽ ഒരു bn എടുത്തൂടെ? bn എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം? bn നമ്മൾ ഓൾറെഡി നമ്മളിങ്ങനെ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്താലോ. bn നമ്മൾ എന്തെടുക്കണം? ഇവിടെ നമ്മുടെ ഫസ്റ്റ് ടേം e⁻k ഡിവൈഡഡ് ബൈ 2⁻k. ഓക്കെ, 2⁻k എടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ എടുക്കാം ഒരു കണ്ടീഷൻ. ഇനി സമ്മേഷൻ bnൻ്റെ നേച്ചർ ആയിരിക്കണം ഇവൻ കാണിക്കുന്നത്. അങ്ങനെ പറയണമെങ്കിൽ സമ്മേഷൻ an/bn നമ്മൾ ചെയ്യുമ്പോൾ എന്തായിരിക്കണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്? ഫൈനൈറ്റ് അല്ലെങ്കിൽ നോൺ സീറോ ആയിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an/bn. അപ്പോൾ an എന്ന് പറഞ്ഞാൽ ഇത് ബൈ e⁻k ഇൻറ്റു 1/2⁻k. ഇതും ക്യാൻസലാക്കാം. സൈൻ 1/2⁻k ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 ആണ്. അപ്പോൾ സെറ്റാണ് നമ്മളെടുത്ത bn. വളരെ ശരിയാണ്, നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇത് നമ്മൾ എന്നാ ചെയ്യേണ്ടത്? ഇവൻ്റെ നേച്ചർ മനസ്സിലാക്കണം. ഇവൻ്റെ നേച്ചർ ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ മനസ്സിലാവും? ഇല്ല. ഇവിടെ നോക്കിക്കേ, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? e/2⁻k എന്ന് എഴുതാലോ. ഇവിടെ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റും? യെസ്, ഇവിടെ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാനാണ് പറ്റുക? റൂട്ട് ടെസ്റ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി e/2⁻k ഇവിടെ kയിലാലോ. അപ്പോൾ നമുക്കിവിടെ k ടെൻസ് ടു ഇൻഫിനിറ്റി ആക്കണം. (1/k). ഈ kയും ക്യാൻസലായി പോയി. ഇവിടെ e/2 എന്ന് പറയുന്നത് (1) അല്ലേ? e/2 ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവനും (1) ആണെങ്കിൽ ഡൈവേർജൻ്റ് ആണ്. അപ്പോൾ ഇവനും എന്ത് തന്നെയാണ്? ഡൈവേർജൻ്റ് ആണെന്നുള്ള കാര്യം പറയാനായിട്ട് നമുക്ക് പറ്റും. ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ ഇവിടെ എടുക്കേണ്ടത് എന്താണെന്ന് നമ്മൾ ജസ്റ്റ് ആലോചിക്കണം, എന്നിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നോക്കിക്കേ, സമ്മേഷൻ 2⁻k സൈൻ e⁻k. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2⁻k സൈൻ 1/e⁻k എന്ന് എഴുതാം അല്ലേ? സംശയമില്ലല്ലോ. ഇനി ഇവിടെ നമുക്കിവിടെ 2⁻k സൈൻ 1/e⁻k ആണ്. ഇവിടെ നമുക്ക് ഈ പറയുന്ന പോലെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ an ആയിട്ട് ഞാനിവിടെ 2⁻k/e⁻k എടുത്തു. ശരിയാവോ എന്ന് അറിയാൻ ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് നോക്കുവാണ്. 2⁻k ബൈ 1/e⁻k ഇതും ക്യാൻസലായി. സൈൻ 1/e⁻kയും 1/e⁻kയും ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എന്താണ്? 0 ആവുന്നുള്ള കാര്യം മനസ്സിലായി. അപ്പം ഞാൻ എടുത്തേക്കുന്നത് ശരിയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, b എന്ന് പറയുന്നത് 2⁻k/e⁻k ആണ്. ഇനി സമ്മേഷൻ b എന്ന് പറയുന്നത് എന്താണ്? സമ്മേഷൻ 2⁻k/e⁻k. ഇത് ചെയ്യാൻ എന്തേ മാർഗ്ഗമുള്ളൂ? നമ്മുടെ റൂട്ട് ടെസ്റ്റാണ് നമുക്ക് ചെയ്യാൻ മാർഗ്ഗമുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 2/e⁻k. കെയിലായതുകൊണ്ട് നമ്മൾ ഇതിനെ k ആക്കി (1/k). kയും ക്യാൻസലായി. അപ്പോൾ എന്തോന്നു? ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി
2/e, അതായത് 2/e എന്ന് പറയുന്നത് എന്താണ്, ലെസ് ദാൻ 1 ആണ്. ഇത് ലെസ് ദാൻ 1 ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇത് എന്താണ്, ലെസ് ദാൻ 1 ആയതുകൊണ്ട് കൺവേർജൻ്റ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ല, ഇത് ജസ്റ്റ് ഞാൻ ആദ്യം പറഞ്ഞില്ലായിരുന്നോ, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n+1 ഹോൾ റേസ് ടു n ആണെങ്കിൽ നമുക്ക്, അതായത് ഇവിടെ നിന്ന് ഇപ്പോൾ n കോമൺ എടുക്കുമ്പോൾ എങ്ങനെയാണ് വരിക, n കോമൺ എടുക്കുമ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1+1/n ഹോൾ റേസ് ടു n ഫോമിലല്ലേ ഇത് വരുന്നത്. ഇതെന്താണെന്ന് നമ്മൾ പഠിച്ചു, ആണെന്ന് പഠിച്ചു അല്ലേ. അതുപോലെ തന്നെ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n/n+1 ഹോൾ റേസ് ടു n അതെന്ന് പറയുന്നത് എന്താ, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n പുറത്തേക്ക് എടുക്കുമ്പോൾ 1/1+1/n എന്ന് പറയുന്നത് എന്താണ്, 1/e. ഓക്കെ, അതാണ് ഇത്. ഇനി ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1+λ/n ഹോൾ റേസ് ടു n. ഇപ്പോൾ ഇവിടെ 1 ആകുമ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു, ആണെന്ന് പറഞ്ഞു. ഇനി ഇവിടെ ലാംഡ ആണെങ്കിലോ e⁻λ എന്ന് എഴുതണം. ഓക്കെ, ഇനി summation k is equal to 1 to infinity k factorial by k raised to k. ഇപ്പം നിങ്ങളിവിടെ ഫാക്ടോറിയൽ കാണുമ്പോൾ തന്നെ ഓർക്കുക, ഇതെന്ത് വെച്ചാണ് ചെയ്യേണ്ടത്, നമ്മുടെ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an+1/an നമ്മുടെ റേഷ്യോ ടെസ്റ്റാണ് യൂസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഇവിടെ നോക്കിക്കേ, സം കോൺസ്റ്റൻറ്റിൻ്റെ പവറായിട്ട് അല്ലെങ്കിൽ സം അൺനോൺ കോൺസ്റ്റൻസിൻ്റെ പവറായിട്ടാണെങ്കിലും നമ്മൾ ഓർക്കണം അവിടെ റേഷ്യോ ടെസ്റ്റാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഓർക്കാം. ആ രണ്ട് കേസിലാണ് നമ്മൾ റേഷ്യോ ടെസ്റ്റ് യൂസ് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാം, ഇവിടെ an+1 എന്ന് പറയുന്നത് എന്താണ്, k+1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ k+1 ഹോൾ റേസ് ടു k+1 ആലോ. അപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതണതിന് പ്രശ്നമുണ്ടോ, എനിക്ക് വെട്ടിക്കളയാൻ എളുപ്പത്തിന് വേണ്ടിയാണ് k+1 ഹോൾ റേസ് ടു k ഇൻറ്റു k+1 ഡിവൈഡഡ് ബൈ നമ്മൾ എന്ത് ചെയ്യണം, an. അപ്പോൾ അത് ഞാൻ ഇവിടെ തന്നെ എഴുതുകയാണ്. ഡിവൈഡ് ചെയ്യുമ്പോൾ റെസിപ്രോക്കൽ എടുത്താൽ മതി. അപ്പോൾ എന്താണ്, k⁻k ഡിവൈഡഡ് ബൈ k ഫാക്ടോറിയൽ വരും. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ k ഫാക്ടോറിയലും k+1 ഫാക്ടോറിയലും ക്യാൻസലായാൽ നമുക്ക് k+1 കിട്ടും. ശരിയല്ലേ? അതായത് k+1 ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ k+1 ഇൻറ്റു k ഫാക്ടോറിയൽ എന്ന് എഴുതാമല്ലോ. അപ്പോൾ ആ k ഫാക്ടോറിയലും ഇവിടുത്തെ k ഫാക്ടോറിയലും ക്യാൻസലായി, ഈ k+1ഉം k+1ഉം ക്യാൻസലായി. റിമൈനിങ് എന്തുണ്ട്, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി k/k+1 ഹോൾ റേസ് ടു k അല്ലേ. അപ്പോൾ നമുക്കിനി ഇവിടെ എന്ത് ചെയ്യാം, ഇവിടെ ഇൻഫിനിറ്റി ഫോമുല വരിക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ഒരു k കോമൺ എടുക്കുമ്പോൾ 1+1/k ഹോൾ റേസ് ടു k ഇതാ ഫോമുലയല്ലേ വന്നേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്, 1/e ആണ്. 1/e എന്ന് പറയുന്നത് എന്താണ്, ലെസ് ദാൻ 1 ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ലെസ് ദാൻ 1 ആയതുകൊണ്ട് കൺവെർജൻ്റ് ആണെന്നുള്ള കാര്യം പറയാനായിട്ട് പറ്റും. ഓക്കെ ആണോ? ഇനി നമ്മളിപ്പോൾ ഒരു ടെസ്റ്റും കൂടിയുണ്ട്, ലെബിനിസ് ഓൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റ്. പ്രോബ്ലം ചെയ്യണേക്ക് മുന്നേ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഇതിലെന്താ നമ്മൾ നോക്കേണ്ടത്, 2 കണ്ടീഷൻസ് ട്രൂ ആണെങ്കിൽ നമുക്ക് കൺവെർജൻ്റ് ആണെന്ന് പറയാൻ പറ്റും. ഒന്ന്, ഇതൊരു ഡിക്രീസിങ് സീക്വൻസ് ആവണം. ഓക്കെ, ഡിക്രീസിങ് സീക്വൻസ് ആവണം, അതായത് അറിയാലോ കുറഞ്ഞ് വരണം. പിന്നെ രണ്ടാമത്തെ കണ്ടീഷൻ, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an എന്ന് പറയുന്നത് എന്തായിരിക്കണം, 0 ആയിരിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. പിന്നെ ഒരു കാര്യം കൂടി, ഈ ലെബിനിസ് ഓൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റ് ആണോ അപ്ലൈ ചെയ്യേണ്ടതെന്ന് അറിയാനായിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ -1 ഹോൾ റേസ് ടു സംതിങ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും സംശയിക്കേണ്ട, നിങ്ങളുടെ ഓൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റ് യൂസ് ചെയ്യാം. നമുക്ക് നോക്കാം. ഇവിടെ നോക്കിയിട്ട് സമ്മേഷൻ -1 ഹോൾ റേസ് ടു n+1 1/n കൺവേർജ് ചെയ്യുന്നുണ്ടോ ഡൈവേർജ് ചെയ്യുന്നുണ്ടോ. ഇവിടെ -1 ഹോൾ റേസ് ടു n+1 ആ ഒരു ഇത് കണ്ട ഉടനെ എന്താണ് യൂസ് ചെയ്യേണ്ടത്, ഓൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ 1/n, അടുത്ത ടേം എന്താണ് 1/n+1, കുറഞ്ഞല്ലേ പോകുന്നത്. ഇപ്പോൾ നമ്മൾ എന്നിന് നമ്മൾ സപ്പോസ് എന്താണ് 2 എടുത്തു, ഇവിടെ 1/3 1/2 1/3 1/2നേക്കാളും ചെറുതല്ലേ 1/3, കുറഞ്ഞല്ലേ പോകുന്നത്. 1/4 അരേനേക്കാളും ചെറുതല്ലേ 4. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. നെക്സ്റ്റ് കണ്ടീഷൻ എന്താണ്, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n എന്ന് പറയുന്നത് എന്താണ്, 0 ആണ്. അപ്പോൾ 2 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്തു, കൺവെർജൻ്റ് ആണ് നമുക്ക് മനസ്സിലായി.
അപ്പോൾ നിങ്ങളുടെ എക്സാം ഈ ക്വസ്റ്റ്യൻ തന്നിട്ട് ഓപ്ഷൻസ് തന്നെ എങ്ങനെയായിരിക്കും, കൺവേർജൻ്റ് ആണ്, സെക്കൻഡ് ഡൈവേർജൻ്റ് ആണ്, അല്ലെങ്കിൽ നൺ ഓഫ് ദിസ്, അങ്ങനെയൊക്കെ ആയിരിക്കും ഓപ്ഷൻസ് വരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇവിടെ നോക്കിക്കേ, സമ്മേഷൻ -1 ഹോൾ റേസ് ടു n+1 log n/n. അപ്പം നമ്മൾ ആദ്യം ആസ് യൂഷ്വൽ ഫസ്റ്റ് കണ്ടീഷൻ എന്തായാലും സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, അപ്പോൾ log n അതുപോലെ തന്നെ log n+1 എന്തായാലും എന്താണ് കുറഞ്ഞാണ് പോകുന്നത്. അല്ലെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ 1/n-ഉം 1/n+1-ഉം ജസ്റ്റ് കൺസിഡർ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ ഇത് കുറഞ്ഞാൽ വന്നേന്നും. ഇനി നിങ്ങൾ ആസ് യൂഷ്വൽ എന്ത് ഫൈൻഡ് ചെയ്യുക, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി log n/n, ഇൻഫിനിറ്റി ഫോമുലാലേ വരുന്നത്. അപ്പോൾ നമുക്ക് ആ എൽ ഹോസ്പിറ്റൽ റൂള് നമുക്ക് അപ്ലൈ ചെയ്യാം. എന്നാണ് log x പോലെ. അപ്പോൾ നമുക്ക് എൽ ഹോസ്പിറ്റൽ റൂൾ, ഇതിപ്പോൾ ഇൻഫിനിറ്റി വന്നതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്ത് നോക്കാം. അപ്പോൾ അതെന്താണ് 1/n, എന്നിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്താണ് 1. ഇനി നമ്മൾ ഇൻഫിനിറ്റി കൊടുത്തേ, അപ്പോൾ നമുക്ക് ഇൻഫിനിറ്റി അല്ലെങ്കിൽ 0/0 ഫോമിലാണോ വരുന്നത്? അല്ല. അപ്പോൾ 0/1 ആണ്. അതായത് എന്താണ് 0/1 എന്ന് പറയുന്നത് 0, ഇതെന്താണ് 0 എന്ന് പറയുന്നത് <1 ആണ്. അപ്പോൾ സോറി, അത് നോക്കേണ്ട ആവശ്യമില്ലല്ലോ, 0 ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യേണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യണേക്ക് മുന്നായിട്ട് ഒരു കാര്യം പറയട്ടെ. അബ്സല്യൂട്ട് കൺവേർജൻസ് എന്താണ്? അബ്സല്യൂട്ട് കൺവേർജൻസ് അതായത് ഒരു സീക്വൻസിൻ്റെ മോഡുലസ് എടുത്താൽ അത് കൺവേർജൻ്റ് ആണെങ്കിൽ നമുക്ക് ആ സീരീസിനെ നമുക്ക് അബ്സല്യൂട്ട് കൺവേർജൻ്റ് എന്ന് പറയാൻ പറ്റും. അബ്സല്യൂട്ട് കൺവേർജൻ്റ് ആണോ എങ്കിൽ അതിൻ്റെ മോഡുലസ് എടുത്താൽ കൺവേർജൻ്റ് ആയിരിക്കും. ഓക്കെ, നമുക്ക് നോക്കാം. അതിനും ഒരു കാര്യം കൂടി, കണ്ടീഷണൽ കൺവേർജൻ്റ് ആണെങ്കിൽ ഈ പറയുന്ന സീരീസിൻ്റെ മോഡുലസ് എടുക്കുമ്പോൾ ഡൈവേർജൻ്റ് ആണ് എങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, കണ്ടീഷണൽ കൺവേർജൻറ്റ്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടിയുണ്ട്, സമ്മേഷൻ an എന്തായിരിക്കും, കൺവേർജൻ്റ് ആയിരിക്കും. അതിൻ്റെ മോഡുലസ് എടുക്കുമ്പോൾ എന്തായിരിക്കണം, ഡൈവേർജൻ്റ് ആയിരിക്കണം. ഓക്കെ ആണോ? അപ്പോൾ ഓപ്ഷൻസ് ഇങ്ങനെ മാറ്റി തരും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി ചെയ്യണം. കണ്ടീഷണൽ കൺവേർജൻസ് ആണെങ്കിൽ ഒരു കണ്ടീഷനിൽ, അതായത് മോഡുലസ് an, സമ്മേഷൻ മോഡുലസ് an എന്തായിരിക്കും, ഡൈവേർജൻ്റ് ആയിരിക്കും. ഇവിടെ കൺവേർജൻസ് എന്ന് നോക്കുമ്പോൾ ബാക്കിത്തെ സമ്മേഷൻ an എന്തായിരിക്കണം, കൺവേർജൻ്റ് ആണ്. നമുക്ക് പ്രോബ്ലം ചെയ്ത് നോക്കാവേ. അപ്പോൾ ഇവിടെ -1 ഹോൾ റേസ് ടു n-1 അതവിടെ നിൽക്കട്ടെ. നമുക്കിവിടെ കൺവേർജൻ്റ് ആണോ, കണ്ടീഷണൽ കൺവേർജൻ്റ് ആണോ, അബ്സല്യൂട്ട് കൺവേർജൻ്റ് ആണോ? കണ്ടീഷണൽ കൺവേർജൻ്റ് ആണെങ്കിൽ സമ്മേഷൻ മോഡ് an കൺവേർജൻ്റ് ആണോ ഡൈവേർജൻ്റ് ആണോ നോക്കണം. അബ്സല്യൂട്ടിലാണെങ്കിലും ഈ പറയുന്ന സമ്മേഷൻ മോഡ് an-ൻ്റെ യൂസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എന്തെടുത്ത് നോക്കാം, നമ്മുടെ സമ്മേഷൻ മോഡുലസ് ഓഫ് an നോക്കാം. ഓക്കെ, അതായിരിക്കും എളുപ്പം. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് ഒരു ഉത്തരത്തിലേക്ക് എത്താലോ. അപ്പോൾ സമ്മേഷൻ മോഡ് an എന്ന് പറയുന്നത് എന്താണ്, സമ്മേഷൻ 1/2n-1 ആണ്. ഇനി ഇവിടെ നമുക്കിത് എങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും? ഇവിടെ നോക്കിക്കേ, സമ്മേഷൻ 1/2n-1. അപ്പോൾ നമ്മൾ ഇത് കൺവേർജൻ്റ് ആണോ ഡൈവേർജൻ്റ് ആണോ നമുക്ക് അറിയണ്ടേ. അപ്പോൾ നമ്മൾ ആസ് യൂഷ്വൽ നമ്മുടെ ടെസ്റ്റുകൾ നോക്കാം. ഇവിടെ ഇപ്പോൾ പോളിനോമിയൽസ് അല്ലേ വന്നേക്കുന്നത്, നമുക്ക് ഇവിടെ എന്ത് യൂസ് ചെയ്യാം, ലിമിറ്റ് കമ്പാരിസൺ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് bn എന്തായിട്ട് എടുക്കാം, 1/2n എന്ന് എടുക്കാം. അപ്പോൾ സമ്മേഷൻ 1/2n ഇതെന്ത് സീരീസാണ്, സമ്മേഷൻ 1/n എന്ത് സീരീസാണ്, ഡൈവേർജൻ്റ് അല്ലേ. കാരണം ഇവിടെ പീൻ്റെ വാല്യൂ 1 ആണ്. പീൻ്റെ വാല്യൂ >1 ആണെങ്കിൽ മാത്രമാണ് ഇത് എന്താവുള്ളൂ, കൺവേർജൻ്റ് ആവുള്ളൂ. അപ്പോൾ ഇത് കൺവേർജൻ്റ് അല്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് ഇതും കൺവേർജൻ്റ് അല്ല, ഡൈവേർജൻ്റ് ആണ്. അപ്പോൾ മോഡുലസ് എടുത്തപ്പോൾ എന്ത് കിട്ടി, ഡൈവേർജൻ്റ്. അപ്പോൾ ഈ ഫസ്റ്റ് ഓപ്ഷൻ അല്ല എന്ന് പറയാൻ പറ്റും. തേർഡ് ഓപ്ഷൻ ആണോ, അതുമല്ല. അപ്പോൾ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം, കണ്ടീഷണൽ കൺവേർജൻ്റ് ആണെന്നുള്ള കാര്യം കൺക്ലൂഡ് ചെയ്യാം. പിന്നെ വേറെ വീണ്ടും കൺവേർജൻ്റ് ആണോ നോക്കി സമയം കളയേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സമ്മേഷൻ 2n/n⁴ ഈസ് കൺവേർജൻറ്റ് ഓർ ഡൈവേർജൻ്റ് എന്നാണ് ചോദ്യം ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ 2n/n⁴ ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക, ഇവിടെ നോക്കിക്കേ,
ഇവിടെ സം ഫാക്ടോറിയൽ ഇല്ല. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു പോളിനോമിയൽ റേസ് ടു സം പവറിലല്ലേ കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് തന്നെ യൂസ് ചെയ്യേണ്ടി വരും, നമ്മുടെ റേഷ്യോ ടെസ്റ്റ് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ചിന്തിക്കാം, ഇത് പോളിനോമിയൽ ആലോ, അതിലേക്ക് പോയാൽ പോരെ എന്നൊക്കെ ചിന്തിക്കണവരോട് ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഈ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an/bn, ഇവിടെ നമുക്ക് an എന്ന് പറയുന്നത് ഇത് തന്നെയാണ് എടുക്കാൻ പറ്റുള്ളൂ. ഡിവൈഡഡ് ബൈ bn എന്ന് പറയുന്നത് 1/n⁻8 ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ 2n എന്നാണ് വരുന്നത്. 2n എന്ന് പറയുമ്പോൾ നമുക്കത് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ, അത് ഫൈനൈറ്റ് ആണ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതിലേക്ക് തിരിയാത്തത്. അപ്പോൾ ഇനി ഇവിടെ നോക്കിക്കേ, നമുക്ക് ആസ് യൂഷ്വൽ നമ്മുടെ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an+1 എന്ന് പറയുന്നത് എന്താ, 2n × 2 എന്ന് എഴുതിക്കോട്ടെ, വെട്ടാൻ എളുപ്പത്തിന് വേണ്ടിയാണ്. ഡിവൈഡഡ് ബൈ n⁻8, n⁻2 അല്ല, n+1⁻8 ഡിവൈഡഡ് ബൈ an, അതായത് n⁻8 ഡിവൈഡഡ് ബൈ 2n. ഈ 2n-ഉം 2n-ഉം ക്യാൻസലായിപ്പോയി. ഇവിടെ നോക്കിക്കേ, റിമൈനിങ് 2n⁻8/n+1⁻8. ഇവിടെ ഹയസ്റ്റ് ഡിഗ്രി എന്ന് പറയുന്ന 8, n⁻8ൻ്റെ കോയിഫിഷ്യൻ്റ് എന്നാണ് 2. ഇവിടെയും ഹയസ്റ്റ് ഡിഗ്രി n⁻8 ആലോ വരുള്ളൂ, വേറെ ഡിഗ്രീസ് ഒന്നും വരത്തില്ല. അപ്പോൾ ഇവിടെ n⁻8ൻ്റെ കോയിഫിഷ്യൻ്റ് 1, അപ്പോൾ 2 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഡൈവേർജൻ്റ് എന്ന് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും ഓർക്കുക, നിങ്ങളുടെ അൺനോൺ റേസ് ടു സം പവർ ആണെങ്കിൽ നമ്മുടെ റേഷ്യോ ടെസ്റ്റാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഓർക്കുക. ഇനി നമുക്ക് 2 more ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇവിടെ ഇതുപോലെ തന്നെ കൺവെർജൻ്റ് ആണോ, കണ്ടീഷണലി കൺവെർജൻ്റ് ആണോ, അബ്സല്യൂട്ട്ലി കൺവെർജൻ്റ് ആണോ എന്നാണ്. ഇവിടെ an എന്ന് പറയുന്നത് 1/മോഡുലസ് എന്ന് പറയുന്നത് 1/n+1 ആണ്. 1/n+1 1/n+2 എന്തായാലും ഇത് ഡിക്രീസിങ് സീക്വൻസ് ആണ്. അതിൻ്റെ കാര്യത്തിന് ഒരു തീരുമാനമായി. ഓക്കെ, ഇത് ഡിക്രീസിങ് സീക്വൻസ് ആണ്. അപ്പോൾ ഇനി നമുക്ക് എന്ത് നോക്കിയാൽ മതി, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി. ഇവിടെ ഒരു സെക്കൻഡ്, നമ്മളിവിടെ എന്താണ്, കൺവെർജൻ്റ് ആണോ, കണ്ടീഷണലി കൺവെർജൻ്റ് ആണോ, അബ്സല്യൂട്ട്ലി കൺവെർജൻ്റ് ആണോ? ഓക്കെ, അപ്പോൾ നമുക്ക് കൺവെർജൻ്റ് ആണെങ്കിൽ നോക്കാനായിട്ടുള്ള കണ്ടീഷൻ എന്താണ്, an ഡിക്രീസിങ് സീക്വൻസ് ആവണം, an+1 an ആവണം. പിന്നെ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an എന്ന് പറയുന്നത് 0 ആവണ്ടോ എന്ന് നോക്കണം. ഓക്കെ, ഇനിയിപ്പോൾ അബ്സല്യൂട്ട്ലി ആണെങ്കിലും നമ്മളിവിടെ an ആയിട്ട് മോഡുലസ് ഓഫ് an എന്ന് പറയുന്നത് 1/n+1 ആണ്. കൺവെർജൻ്റ് ആണോ നോക്കാനായിട്ടും നമ്മൾ an 1/n+1 ആയിട്ട് തന്നെയാണ് എടുക്കുന്നത്. ഈ -1ന് നമ്മൾ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n+1 എന്ന് പറയുന്നത് എന്താ, 1/∞ എന്ന് പറയുന്നത് 0 ആണ്. ഇത് കൺവെർജൻ്റ് ആണ്, മോഡുലസ് എടുത്താലും കൺവെർജൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇത് എന്താണ്, അബ്സല്യൂട്ട്ലി കൺവെർജൻ്റ് ആണെന്നുള്ള കാര്യം പറയാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി, ചിലപ്പോൾ നിങ്ങളുടെ ഓപ്ഷൻസിലെ ടോട്ടലി ഡൈവേർജൻ്റ് എന്നും കൂടി വരുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ സമ്മേഷൻ an-ഉം ഡൈവേർജൻ്റ് ആവണം, സമ്മേഷൻ മോഡ് an-ഉം എന്താവണം, ഡൈവേർജൻ്റ് ആവണം. കണ്ടീഷണലി ആണെങ്കിലോ സമ്മേഷൻ an കൺവെർജൻ്റ്, അതിൻ്റെ മോഡ് എടുക്കുമ്പോൾ ഡൈവേർജൻ്റ്. ടോട്ടലി ആണെങ്കിൽ മൊത്തത്തിൽ എന്താവണം, ഡൈവേർജൻ്റ് ആവണം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്ക് എന്താണ്, ഈ പറയുന്ന പോലെ ഓപ്ഷൻസ് ഇത് തന്നെ, കൺവെർജൻ്റ് ആണോ, കണ്ടീഷണലി കൺവെർജൻ്റ് ആണോ, അബ്സല്യൂട്ട്ലി കൺവെർജൻ്റ് ആണോ. നമ്മുടെ an എന്ന് പറയുന്നത് n/n²+1 ആണ്. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ ഇങ്ങനെ ഓൾട്ടർനേറ്റിംഗ് ആണെങ്കിൽ നമ്മൾ കൺവെർജൻ്റ് ആണോ എന്ന് നോക്കിയാൽ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, കാരണം അവിടെ നമ്മൾ ആ -1 എടുക്കുന്നില്ല. അപ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n/n²+1 എടുക്കുവാണേ. അപ്പോൾ നമുക്കിത് ഇൻഫിനിറ്റി ആണ് വരുന്നത്. നമ്മൾ എന്ത് ചെയ്തു, ഒരു n കോമൺ എടുത്തിട്ടുണ്ടെങ്കിൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/ ഇവിടെ നിന്ന് ഒരു n കോമൺ എടുത്താൽ റിമൈനിങ് ഇവിടെ n വരും, ഇവിടെ എന്ത് വരും, 1/n വരും. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, നമ്മൾ ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ 1/∞ എന്താണ്, 0 ആണ്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയില്ലയോ? ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇത്
എന്ത് സീരീസാണ്? നമ്മുടെ മോഡ് എടുത്തപ്പോൾ 0 വന്ന സ്ഥിതിക്ക് അബ്സല്യൂട്ട് കൺവെർജൻ്റ് ആണ് പറയാനായിട്ട് പറ്റും. ഓക്കെ ആണോ? അപ്പോൾ നിങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. ഈ പ്രാവശ്യത്തെ സെറ്റ് എക്സാം നമുക്ക് വാങ്ങിച്ചിരിക്കണം എന്ന വാശിയോടുകൂടി നിങ്ങൾ പഠിക്കുക. ഈ പറഞ്ഞിരിക്കുന്ന ഇതുവരെയായിട്ട് ഒന്നും പഠിച്ചില്ലെങ്കിൽ ഈ പറയുന്ന എല്ലാം നിങ്ങൾ പഠിച്ചിട്ട് പോകും, നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ നെക്സ്റ്റ് 15 ക്വസ്റ്റ്യൻസ് ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.